ഇതുവരെ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സ്ഥലമാണ്. ഹൗ ഇസ് കേരള? Very nice. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇവിടെ വന്ന് കാണേണ്ടതാണ്. ഇതൊരു സിംഗിൾ കേബിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാ നമ്മൾ കാത്തിരുന്ന ജഡായു ശില്പം. ഇതാ ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് കംപ്ലീറ്റ്. ഇവിടെ നിൽക്കുന്നതിലൊരു 80% ആൾക്കാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ദാ ഈ കാണുന്നതാണ് ശ്രീരാമക്ഷേത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫോട്ടോ വീഡിയോ ഗാലറിയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇവിടെ വളരെ നീറ്റാണ്. വി ഗോട്ട് 2 ഗുഡ് ഫ്രണ്ട്സ്, വൺ ഫ്രണ്ട് ഫ്രം തെലങ്കാന, അതർ പേഴ്സൺ ഫ്രം ആന്ധ്രാപ്രദേശ്. ജഡായു എർത്ത് സെൻറ്ററിലേക്കുള്ള യാത്രയാണ്. ഇതുവരെ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സ്ഥലമാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ. കാരണം വളരെ പ്രൊഫഷണലായിട്ട് രസകരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നാണ്. From Kottayam, exactly. Kottayam, yeah. You know it. How is Kerala? Very nice. Very nice. It's like it's very clean. Yeah. Greenery. Yeah. Traffic. And especially the people. Good people. താങ്ക് യു. റോപ്പ് കാർ കയറി വരുന്ന പൊസിഷനാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. 4 കാറുകളാണ് ഇതിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറം ഇപ്പുറം കാണുന്നത് അതാണ്. അതേ പോകുന്നുണ്ടോ ബാക്കി കാറുകളൊക്കെ താഴോട്ട് പോകുന്നുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് തന്നെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇവിടെ വന്ന് കാണേണ്ടതാണ്. ഇതൊരു സിംഗിൾ കേബിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഫുൾ സിസ്റ്റം ഒറ്റ കേബിളിൽ ഇത് ഓടുകയാണ്. ഒരാളെ കൊണ്ടുപോകണമെങ്കിലും ഇതുപോലെ എല്ലാ കാറുകളും മൂവ് ചെയ്ത് തന്നെ ഇത് പോകാൻ പറ്റില്ല. അതൊരു കാർ അഴിച്ചു വെച്ചുള്ളൊരു പരിപാടിയൊന്നും ഇല്ല. അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് ഇത് മുകളിലോട്ട് എന്ന് കാണുമ്പോൾ മനസ്സിലാകും. നമ്മൾ കയറുമ്പോൾ വിചാരിക്കും ഇതുപോലെ ഒരു 4 കാറ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ആക്ച്വലി 4 കാറല്ല, 4 കാറിൻ്റെ പല സെറ്റുകളുണ്ട്. അതിങ്ങനെ വെയിറ്റ് ബാലൻസ് ചെയ്ത് നമ്മൾ അവിടുന്ന് കയറുന്ന സമയത്ത് മുകളിൽ അതേ സമയത്ത് ആൾക്കാർ ഇറങ്ങും. ആ കാണുന്നത് ഹെലിപ്പാഡാണ്. ഇവിടെ VIPs ഒക്കെ വരുമ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ടാണ് അവർക്ക് വരാനുള്ള മാർഗം. ശരിക്കും ഇങ്ങോട്ട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. നമുക്കൊരു 1008 സ്റ്റെപ്സ് കയറി മുകളിലോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 കിലോമീറ്റർ ദൂരം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നടന്ന് കയറാം, അല്ലെങ്കിൽ നമുക്ക് ഈ കേബിൾ കാർ ഉപയോഗിക്കാം. ഇതെന്തുവാണെന്നറിയോ? ശരിക്കും ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ലിഫ്റ്റാണ്. അതായത് അവിടെ ആ ചെയറിൽ ഇരുത്തിയിട്ട് ഈ റെയിൽ വഴി ഇങ്ങനെ മൂവ് ചെയ്ത് മുകളിലോട്ട് വരാം. അവരിപ്പോൾ പൂട്ടി വെച്ചേക്കുവാണ്. നമുക്കൊന്ന് ചോദിക്കാം ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. ഇതാ നമ്മൾ കാത്തിരുന്ന ജഡായു ശില്പം ഇതാ കൺമുന്നിൽ തെളിയുകയാണ്. വാവ്, അതിമനോഹരമായ ജഡായു ശില്പം കണ്ടോ. ആ ഒരു ഭംഗി കണ്ടോ, അതിൻ്റെ ഒരു സൈസ് കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ മുകളിലോട്ട് വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഒരത്ഭുതം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് ആ ജഡായു ശില്പത്തെ രാജീവ് അഞ്ചൽ മഹാനായ കലാകാരൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ഇത് ഏറ്റവും ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മൾ മലയാളിയേക്കാളേറെ മറ്റ് സംസ്ഥാനക്കാരാണ് എന്നുള്ളത് ഇവിടുന്ന് കാഴ്ചകളിൽ നിന്ന് വ്യക്തമാണ്. ഏറ്റവും അധികം ഞങ്ങളിവിടെ കണ്ടതും പരിചയപ്പെട്ടതും അന്യ സംസ്ഥാനക്കാരാണ്. ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി തന്നെ എത്രയോ പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമായൊരു കാഴ്ച തന്നെയാണ്. ഈ ഒരു വർക്കിംഗ് ഡേ പോലും ഇത്രയും അധികം ആൾക്കാർ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയാണ്. അത്രയ്ക്കും മനോഹരമായ പ്രകൃതി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്താണിത് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ജഡായുപ്പാറ ഇങ്ങോട്ട് നോക്കിയാലും ഭംഗിയാണ്, എന്താ ആ ബാക്ക് സൈഡിലേക്ക് നോക്കിയാലും ഇതിൻ്റെ ഭംഗി പൂർണ്ണമായും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ജഡായുപ്പാറയുടെ എല്ലാ ഭംഗിയും അതിൻ്റെ പിന്നിൽ എഫേർട്ടും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജഡായുപ്പാറയിലെ ദ എർത്ത് സെൻറ്ററിൻ്റെ 4 വഴികൾ ദാ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും മനോഹരമായ ഈ സ്ഥലത്തേക്ക് ഇവിടെ ഒരു ജഡായുപ്പാറ ഇങ്ങനെ ജഡായുവിൻ്റെ ശില്പം ഉണ്ടാക്കണം. പാറ ഇവിടെ ഉണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു, ശില്പം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ആരംഭിച്ച 1999 സമയത്താണ്. അതുമുതലുള്ള കഥകൾ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് ഇതിൻ്റെ ഒരു ശില്പിയെ വേണമല്ലോ. ഇത് ഇത്രയും മനോഹരമായി ചെയ്യാൻ അത്രമാത്രം ക്രിയേറ്റിവിറ്റി ഉള്ള ശില്പിയെ വേണം. അങ്ങനെ ശില്പിയെ ലഭിച്ചത് നമ്മുടെ ശ്രീ രാജീവ് അഞ്ചലാണ്. രാജീവ് അഞ്ചൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഡയറക്ടർ, നമ്മുടെ ഗുരു സിനിമ സംവിധാനം ചെയ്ത ആദ്യ ഓസ്കാർ നോമിനേഷൻ പോയ ഗുരു സിനിമ സംവിധാനം ചെയ്ത രാജീവ് അഞ്ചലാണ് ഈ ശില്പത്തിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ തന്നെ കൺസ്ട്രക്ഷനാണിത്. ഈ ഗുരുചന്ദ്രിക ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേമാണ്. ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് കംപ്ലീറ്റ് അവിടെ തുടക്കം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള നടപ്പാതകളിലൊക്കെ പോകുമ്പോൾ നമുക്കത് കാണാനായിട്ട് കൃത്യമായിട്ട് സാധിക്കും. ശരിക്കും ഇതൊരു സ്വകാര്യ പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. നോർമലി സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആകപ്പാടൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ടൂറിസം രംഗത്ത് ഏറ്റവും ഇനി ഉയർച്ച ഉണ്ടാകാൻ ഏറ്റവും നല്ലത് ഗവൺമെൻറ്റിനോടൊപ്പം കൈകോർത്തുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ ഇതിലേക്ക് വരികയും അവർ കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യും, അതിന് കൃത്യമായി മോണിറ്ററിംഗ് ഉണ്ടാകുകയും ചെയ്താൽ ഇത് വളരെ മികച്ചതാക്കി നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വരുമാനം എത്തിക്കാൻ സാധിക്കും. അതിനുള്ള തെളിവ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മളന്ന് ആഴിമല
ശിവക്ഷേത്രത്തിലെ കഥ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ശിവൻ്റെ ശില്പം വന്നപ്പോൾ ഉണ്ടായ സാമ്പത്തിക മെച്ചം, ആ നാട്ടിലുണ്ടായ മാറ്റം, അതിന് സമാനമായി ഇത് ഇവിടെ നമ്മുടെ ശ്രീരാമ ഭഗവാന്റെ അമ്പലമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ അമ്പലം മാത്രമായിരുന്നു ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആ അമ്പലത്തിനോട് ചേർന്നാണ് ഇങ്ങനെ ഒരു ശില്പം പണിത് വെച്ചപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന വ്യക്തികളെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കുന്നതിലൊരു 80% ആൾക്കാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ ഒരു സ്ഥലം കാണാൻ നമ്മുടെ കേരളത്തിൻ്റെ ഈ കൊല്ലത്തെ ഒരു കൊച്ചു സ്ഥലമായ ചടയമംഗലത്തിലെ ഈ മനോഹരമായ ശില്പം കാണാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ഇവർ വരുന്ന മുഖാന്തരം ഇങ്ങോട്ടെല്ലാം നമുക്ക് വരുമാനം എത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ സാധ്യതയാണ്. ഇത്തരം സാധ്യതകൾ എത്രമാത്രം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ സന്തോഷ് ജോർജ് അങ്ങനെ പറഞ്ഞ പോലെ ഓരോ പഞ്ചായത്തിലും ഇതുപോലെയുള്ള സാധ്യതകൾ അനന്തമായിട്ടുള്ള അനുഗ്രഹീതമായൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ കേരളത്തെ കൂടുതൽ ഇത്തരത്തിലുള്ള ശില്പങ്ങളും കാര്യങ്ങളും കൊണ്ടൊന്ന് സുന്ദരമാക്കി വരുമാനം എത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ടൂറിസം രംഗം നമുക്ക് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇവിടെ നോക്കുമ്പോഴാണ് ഈ ശില്പത്തിൻ്റെ പൂർണ്ണ ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ആ ഒരു ചിറകുകളെ കണ്ടോ, ശരിക്കും ഇത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ് കേട്ടോ. കോൺക്രീറ്റ് കൊണ്ട് ഇത് പണിത് വെച്ചിരിക്കുന്നതാണ്. ഈ ചിറകുകൾ താഴെ നിന്നും ഉയർന്നാണ് നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിലത്ത് മുട്ടി നിൽക്കുകയല്ല, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ മുട്ടിയിട്ടുള്ളൂ. മെയിനായിട്ടുള്ള സെൻറ്റർ പാർട്ട് ബാക്കി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. മാത്രമല്ല ഇവിടെ നോക്കുമ്പോൾ ആ ജടായു ഉയർന്നു നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ശ്രീരാമക്ഷേത്രം. ആ ക്ഷേത്രം ഇതെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു സാധാരണ അമ്പലം പോലെ തന്നെ പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഇവിടെ സൗജന്യമായിട്ട് ആൾക്കാർക്ക് എൻ്റർ ചെയ്യാം, വാക്ക് വേ വഴി സ്റ്റെപ്പ് വഴി നടന്ന് കയറാം. അതിന് പുതിയ കൺസ്ട്രക്ഷനൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അത് കഴിയുമ്പോൾ ഇവിടെ സൗജന്യമായിട്ട് കയറാൻ പറ്റും. ജടായുപ്പാറ എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഇപ്പുറം ഇവിടെ വേലി വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറ ഭാഗമാണ് ജടായുപ്പാറ. അവിടെയാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി, രാജീവഞ്ചൻ്റെ ആയിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് എൻട്രി ഫീസോടുകൂടി കയറേണ്ട സ്ഥലം. അപ്പോൾ നമുക്ക് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതൊരു ടൂറിസ്റ്റ് ഉദ്ദേശത്തോടെ വരുന്നവർക്ക് നേരെ എൻട്രി ഫീസ് കൊടുത്തിട്ട് കാർ വഴിയോ അല്ലെങ്കിൽ സ്റ്റെപ്പ് വഴിയോ ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ട് ഭാഗമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫോട്ടോ വീഡിയോ ഗാലറിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമ്മുടെ ജടായു പാറ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ശില്പം നല്ല മനോഹരമായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഏതെങ്കിലും ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ. ഇവിടെ വേണമെങ്കിൽ പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റുന്നത്. എനിക്കൊന്ന് ഇവിടെ വെച്ച് DJയും മറ്റ് പ്രോഗ്രാമൊക്കെ നടത്തുന്നതാണ്. അതിൻ്റെയാണ് ആ സ്റ്റേജ് കാണുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒരു ഗാലറി പോലെ ഉണ്ട്. ഒപ്പം തന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ ബാക്കിലെ വ്യൂ മുഴുവൻ കാണാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇവിടെ വളരെ നീറ്റാണ്. നമ്മുടെ ഈ ചേച്ചിമാരൊക്കെ ഉണ്ട്, എല്ലാം വന്ന് വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്ത് എല്ലാം ഭംഗിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ജടായു പാറയോട് ഈ ശില്പത്തോട് യാത്ര പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിപ്പം സൺസെറ്റിൻ്റെ ടൈമാണ്. നിർഭാഗ്യവശാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം മഴ, ക്ലൗഡി ക്ലൈമറ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ തിരക്ക് കുറവുള്ള സമയത്ത് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. വി ഗോട്ട് 2 good friends, one friend from Telangana, other person from Andhra Pradesh. Please introduce yourself. Myself Saignesh from Telangana. I'm a BMS student. Ayurvedic student. Ayurvedic doctor. I am Suzan from Andhra Pradesh. Currently a working professional in Bangalore. Okay. We enjoyed a lot here, right? Yeah. How is this Jadayu sculpture? It's the most beautiful place I have visited right now. But only we missed the sunset. Yeah. Okay. And is it worthy for paying this much amount? Yes, sir. Totally worth it. And what is your next plan? What you are planning to go? Yes, tomorrow we are going to Azimala. Ajimala Shiva Temple. I think it's difficult to spell it out. Yeah, it's okay. It's fine. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെ കാണാൻ വരുന്നത് ഈ ജടായു ശില്പവും ആഴിമല ശില്പവും കാണാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ സാധ്യതകളുണ്ട്. ഇതുപോലെ ഇവരെയൊക്കെ നമ്മുടെ എത്തിക്കാനും വരുമാനം എത്തിക്കാനും ടൂറിസം മുമ്പോട്ട് കൊണ്ടുപോകാനും നല്ല ഇതുപോലെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഇതിനെക്കുറിച്ചൊന്ന് ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.